ഇതാ ഈ കാണുന്നതാണ് ഇടുക്കിയിലെ കടൽ തീരം. ഈ കാണുന്ന കല്ലുകളെല്ലാം ഇതിൻ്റെ അടിയിലെല്ലാം ഓരോരോ മനുഷ്യരുടെ ശവങ്ങളുണ്ടാവും. തമാശയായിട്ട് തോന്നും, പക്ഷേ സീരിയസ്ലി പറയുവാണ്. കാണിച്ചു തരാം. ഇവിടെ നിന്ന് പോയി നോക്കാം. അതായത് ഈ കുളത്തിൻ്റെ അകത്ത് ആൾക്കാരെ കുഴിച്ചിട്ടിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഒത്തിരി കുളങ്ങൾ ഇവിടെ ഉണ്ട്. അതൊരു നിഗൂഢമായൊരു തുരുത്താണ് സത്യത്തിലേ. ഇത് കാണുമ്പോൾ പേടിയാവും. കാണുന്ന ഓരോ കല്ലുകൾക്കടിയിലും ഓരോ ആൾക്കാരുണ്ട്. അങ്ങനെ ആരും ഇങ്ങനെ കയറി വരത്തില്ല, നമ്മളായിട്ട് ഇങ്ങനെ കയറി വന്നതേ ഉള്ളൂ. അതായത് ആൾക്കാർ കുഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇടുക്കിയിലൊരു കടൽ തീരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ, ഇതാ ഈ കാണുന്നതാണ് ഇടുക്കിയിലെ കടൽ തീരം. കണ്ടോ, തിരമാലകൾ ഒഴുകി വരുന്നത് കണ്ടോ? ഇതൊരു അത്ഭുത കാഴ്ചയാണ്. അതും ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ കടൽ ഇടുക്കുകൾക്കിടയിൽ ഇതാ കാണുന്നത് ഒരു ഐലൻഡാണ്. സത്യത്തിൽ ഇത് കടലല്ല, ഇതൊരു ഡാമാണ്. ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ആ സൈഡിൽ അഞ്ചുരുളി ഡാം കാണാം. അതൊരു അയർലൻഡാണ് കേട്ടോ. എൻ്റെ പൊന്നോ, കണ്ടില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കിയിൽ കടൽ കാണാൻ വന്നതാണ്. അതായത് തമാശയായിട്ട് തോന്നും, പക്ഷേ സീരിയസ്ലി പറയുവാണ്. കാണിച്ചു തരാം. കണ്ടോ, തിരമാലകൾ അടിക്കുന്നത് കണ്ടോ? ഇത് എവിടാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. ഇതുപോലൊരു വ്യൂ നിങ്ങൾ ഇടുക്കിയിൽ കാണാൻ പറ്റുമോ? ഇല്ല. അത് കാണാൻ പറ്റും. അതെവിടാണെന്ന് ചോദിച്ചാൽ മുനമ്പം ഇക്കോ ടൂറിസം. അതായത് മുനമ്പം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും ആലപ്പുഴയൊക്കെയാണ്. പക്ഷേ ഇടുക്കിയിലാണ്. കറക്റ്റ് സ്ഥലം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതുണ്ടോ, അഞ്ചുരുളി ഡാം. അതേ അവിടെ കാണാം, അഞ്ചുരുളി ഡാമുണ്ട്. അത് അങ്ങ് ദൂരെ, അത് അഞ്ചുരുളി ഡാമാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടെ വരാം. അതായത് നമുക്ക് ഇരട്ടയാർ അണക്കെട്ട് ചെയ്ത് ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു തുരങ്കമുണ്ട്. ഏകദേശം 5.5 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു തുരങ്കമാണ്. ആ തുരങ്കത്തിലൂടെയാണ് നമ്മൾക്ക് ഇടുക്കി ഡാമിൻ്റെ അണക്കെട്ടിലേക്ക് വെള്ളം പാസ് ചെയ്യുന്നത്. അപ്പം അത് അഞ്ചുരുളി തുരങ്കം എന്നാണ് പറയുന്നത്. അപ്പം ആ വെള്ളം വന്ന് സ്റ്റോർ ആവുന്ന സ്ഥലമാണിത്. അഞ്ചുരുളി അണക്കെട്ടെന്ന് വേണേൽ പറയാം, അഞ്ചുരുളി ഡാമെന്ന് വേണേൽ പറയാം. ഈ കാണുന്നത് ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഇതുണ്ടോ, ആ കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ വെള്ളം വരുന്ന തുരങ്കത്തിൽ നിന്ന് വെള്ളം വരുന്ന പാസേജ്. ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിലോട്ട് വെള്ളം എത്തിക്കുന്ന തുരങ്കം. അതും 5.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കം. ഞാനിപ്പോൾ വന്ന് അതൊന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പം ഞാനിപ്പം അതിലേക്ക് പോകാനുള്ള വഴിയെ ഒന്ന് മുന്നോട്ട് പോവാം. വലിയ ആളുമ്പകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ സീസൺ എല്ലാം തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നടക്കാം. ശരിക്കും ഒരു കാടിൻ്റെയൊക്കെ ഒരു സൈഡാണ്. നമ്മളീ കാണുന്ന പോലെയല്ല, വലിയൊരു അണക്കെട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് സ്ഥലം. അപ്പം നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് പോകുന്നതാണ് സേഫ് എന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. അപ്പം ഇതാണ് ആ തുരങ്കം, അഞ്ചുരുളി തുരങ്കം. 5 കിലോമീറ്ററോളം ദൂരമുണ്ട്. 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിൻ്റെ അങ്ങേറ്റത്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പൊട്ടിൻ്റെ വലുപ്പത്തിലൊരു വെട്ടം കാണാം. അതാണ് അതിൻ്റെ എൻഡ് കേട്ടോ. അയ്യോ, ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു അഞ്ചുരുളി തടാകമെന്നോ ഡാമെന്നോ അങ്ങനെ ഏത് രീതി വേണമെങ്കിലും പറയാം. ഇവിടെയൊക്കെ ഭയങ്കര ആഴമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകണമോ? പോവാല്ലേ, അവിടെ അത്ര ആൾക്കാരിരിക്കുമ്പോൾ പിന്നെ നമുക്ക് പോയല്ല. സമയം എന്ന് വെച്ചാൽ അയ്യോ, ഐസ് പോലെ തണുക്കുക വെള്ളം. ഐസ് കട്ട പോലെയുണ്ട്. ഉണ്ടോ, ഐസ് കട്ടയ്ക്കകത്ത് കൂടെ നടക്കുന്ന പോലെ വെള്ളം. അതുപോലെ തണുപ്പാണ്. എന്നാ ചൂടുവാ വെളിയിൽ.
ഉള്ളോട്ട് പോയാലോ? അമ്മോ, എന്തൊരു ഭീകരതയാ! നമുക്ക് ദൂരെ കേൾക്കാം. നമുക്ക് ചുമ്മാ ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കാവേ. ഈ സ്പോട്ടെന്ന് പറയുന്നില്ല, മറ്റേ ഇയോമിൻ്റെ പുസ്തകമില്ലേ, അതിൻ്റെ അകത്ത് നമ്മുടെ ജയസൂര്യ വെടിവെച്ച് കൊല്ലുന്ന ഇതില്ലേ, അതിതാണ് 5.5 കിലോമീറ്റർ അങ്ങ് ദൂരെ ചെറിയൊരു പൊട്ട് പോലെ. ഇത് ഇത്രയും ദൂരമുണ്ട്. ഒന്നേ ഭീകരത. ഇത് കാണുമ്പോൾ പേടിയാവും. സത്യത്തിലേ ഇത് കാണുമ്പോൾ പേടിയാവും. ഒന്നേ ദൂരമുണ്ട്. അത് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്നൊക്കെ വെള്ളം വന്ന് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഈ പാറയെല്ലാം ഇതുപോലെ വലിയ മലയെല്ലാം കുത്തിപ്പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഇങ്ങനെ എടുത്തേക്കുന്നത്. കൊള്ളാം. ഇച്ചിരി ഒന്ന് പോയി നോക്കാം. എൻ്റെ പൊന്നോ, എനിക്കിതിൽ കൂടുതൽ പോകാൻ പേടിയാണ്. കാരണം അതായത് ഒരു പൊട്ടിൻ്റെ വലിപ്പമുള്ളേ, അവിടെ നമുക്ക് കാണാം, അങ്ങോട്ട് പോവുകയും ചെയ്യാം. അതിൻ്റെ അപ്പുറം ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും അറിയത്തില്ല, ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ പോകാനൊരു ധൈര്യക്കുറവ്. കാരണം വെള്ളം വല്ലതും ഒലിച്ച് വന്നാൽ തീർന്നു കൂട്ടിയാൽ മതി. ഇത് ഈ തുരങ്കം കാണുമ്പോഴാണ് എൻ്റെ പൊന്നു, കൊള്ളാമല്ലേ? അപ്പോൾ നമുക്കിവിടുന്ന് ഇനി വെളിയിലോട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ആരും ഇങ്ങനെ കയറി വരത്തില്ല. നമ്മളായിട്ട് ഇങ്ങനെ കയറി വന്നതേ ഉള്ളൂ. അല്ല, വരുന്നവരെല്ലാം അവിടെ വരെ വരുള്ളൂ. ഇവിടെ നിന്നാണ് തെറ്റിപ്പോയാലേ നേരെ കുഴിയിലോട്ട് പോയെന്ന് പറഞ്ഞാൽ മതി. ഇവിടുന്ന് നമ്മൾ അവിടെയായിട്ട് എവിടെയോ ഒരു സ്പോട്ടുകളുണ്ട്. അതൊന്ന് തപ്പിപ്പോയാലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അടുത്ത സ്ഥലത്തോട്ട് നീങ്ങാം. പറ്റുവാണെങ്കിൽ നോക്കട്ടെ, നമുക്ക് അവിടെയും കൂടെ പോകാൻ പറ്റുവാണെങ്കിൽ അവിടെയും കൂടെ പോവാം. സംഭവം കൊള്ളാം, അടിപൊളിയാണ്. വേറൊരു സ്പോട്ട് കൂടെ ഉണ്ട്, അവിടെ തപ്പിപ്പിടിച്ച് ചെല്ലണം. എനിക്കറിയില്ല, ഞാനീ വരുന്നതും പോകുന്നതെല്ലാം ചോദിച്ചും ഒന്നും അറിയത്തില്ല. നമ്മൾ ആൾക്കാരോട് ചോദിച്ച് പോകാം. അപ്പം നമ്മൾ മുനമ്പം ഇക്കോ ടൂറിസം, അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു സ്ഥലത്ത് വന്നേക്കാണ്. മുനമ്പം ഇക്കോ ടൂറിസം വ്യൂ പോയിൻ്റ് 650 മീറ്റർ. ഇപ്പോഴേ നമ്മൾ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടുന്ന് നമ്മൾ വേറൊരു റൂട്ട് പിടിച്ച്, അതായത് നമ്മൾ അവിടുന്ന് നോക്കിയ ഫ്രണ്ട് കണ്ട ഒരു ചെറിയൊരു തടാകം പോലെ ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ വേറൊരു വ്യൂ പോയിൻ്റാണ്. സംഭവം കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതിനാന്ന് വെച്ചാൽ സമയം ലൈറ്റിങ് പ്രശ്നമാണല്ലോ. അപ്പം
കുറച്ച് സ്പീഡിൽ നടക്കുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെല്ലണം. എൻ്റെ മോനെ എന്നാ പറയാനെന്ന് പറ. അടിപൊളി സൂപ്പർ. നമ്മൾ അഞ്ചുരുളി എന്ന് പറഞ്ഞ് പോയി കണ്ടത് അതുകൊണ്ടോ, അവിടെയാണ് നമ്മൾ പോയത്. അഞ്ചുരുളി. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നോക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ എന്തൊരു ലൊക്കേഷനാണ് ഇത്, ഒന്നും പറയാനില്ല. കിട്ടു ലൊക്കേഷൻ, കിട്ടു എന്ന് പറഞ്ഞാൽ കിട്ടു ലൊക്കേഷൻ. അതായത് വാവ്, അതുകൊണ്ടോ, അതാണ് നമ്മൾ കണ്ട സ്ഥലം. കൊള്ളാമല്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സത്യത്തിലേ അവിടെയും വരണം, അവിടെയും വരണം, ഇവിടെയും വരണം, എങ്കിലും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. കൊള്ളാം, സൂപ്പർ. എന്താണേലും മുനമ്പം ഇക്കോ ടൂറിസം കേട്ടോ. ലൊക്കേഷനൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അവിടുന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുമായിരുന്നു. കണ്ടോ അഞ്ചുരുളി കാണുന്ന. ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും ഇതിനെല്ലാം നിൽപ്പുണ്ട്. അപ്പം എൻ്റെ ദൈവമേ എന്ത് രസമാണ് നോക്കി. കൊള്ളാം, നൈസ്. അവരവിടെ പാട്ടും റീൽസും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ, ഇതാണ് നമ്മൾ എന്താ പറയണേ, ആരും കാണാത്ത സ്ഥലം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്ലേസ് കേട്ടോ. കൊള്ളാം, നൈസ്, സൂപ്പർ. അപ്പോൾ ഇവിടെ വരാൻ മറക്കരുത്. മുനമ്പം ഇക്കോ ടൂറിസം വന്നേ പറ്റുള്ളൂ, മസ്റ്റ് വാച്ചിങ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച കിടു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ. എന്ത് രസമല്ലേ. എൻ്റെ പൊന്നടാവേ, ഇവിടെ വന്നില്ലെങ്കിലേ ഭയങ്കര നഷ്ടമാണ്. ഭയങ്കര നഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടം. അതായത് എന്തൊരു വ്യൂ പോയിൻ്റ് ഇത്. അതായത് ഞാൻ വന്നത് അതുകൊണ്ടോ, അത് അഞ്ചുരുളി ടണൽ. അപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഇത് ഒരു പ്രത്യേക എന്തായാലും പറഞ്ഞത് ഒരു പ്രത്യേക പ്രകൃതി ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ എന്താ പറയുന്നത്, വെളിയിലോട്ട് അങ്ങനെ പോയിട്ടില്ല. ഇത് ഈ ലൊക്കേഷൻ ആരും അറിയാതെ കിടക്കുന്ന ഒരു ലൊക്കേഷനാണ്. ഇവിടെ ഒരു ചേട്ടനുണ്ട്, നമുക്ക് ആ ചേട്ടനോട് പ്രത്യേകിച്ച് ഒന്ന് ചോദിക്കാം, എങ്ങനെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പം ഇതാണ് ചേട്ടൻ. ചേട്ടൻ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ, അതറിയത്തില്ല കേട്ടോ, അതിപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് ഈ നന്നങ്ങാടി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഒരുപാട് നമുക്ക് ഈ സൈഡിലൊക്കെ കാണാം. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെയല്ലേ പറയുന്നത്? ഓക്കെ. സത്യത്തിൽ അതുകൊണ്ട് നമ്മുടെ അഞ്ചുരുളി അവിടെ ആൾക്കാർ വരുള്ളൂ, ഇവിടെ ആൾക്കാർ വരത്തില്ല, ഇത് അറിയത്തില്ല. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പെട്ടെന്ന് നമ്മളോട് പറഞ്ഞു. എന്താണേലും കൊള്ളാൻ കിട്ടും. ഇവിടെ വന്ന് കാണുമ്പോൾ അതിൻ്റെ അവിടെ വരുന്നതിൽ അടിപൊളി ഇവിടെ വരുന്ന, അത് പറയാതെ വയ്യ. ഓക്കെ, നമ്മൾ ആ സൈഡിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇത് മൺകുടം ഇങ്ങനെ കാണാം, വലിയ വലിയ മൺകുടങ്ങൾ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ റൗണ്ടിനൊക്കെ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. അതായത് ആ മൺകുടം എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് അത് മൺകുടത്തിൻ്റെ അകത്ത് ഇങ്ങനെ ജട വിട്ടേച്ച് ഇങ്ങനെ കുഴിച്ചിട്ടതാ പണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. എന്നാൽ ഓക്കെ, നമുക്കെന്നാൽ അതൊന്ന് കാണാം. എന്താണെന്ന് എനിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, നമുക്ക് നേരിട്ട് കണ്ടു അതായിരിക്കും നല്ലത്. ഇവിടെ എല്ലാം റീൽസും ഫോട്ടോഗ്രാഫിയും പരിപാടികളൊക്കെ നടക്കുന്നത് നല്ലൊരു സീനറിയാണ് കേട്ടോ, പറയാതെ വയ്യ. ഓ, ഇതെല്ലാം അല്ലേ ഓരോരോ ജടങ്ങളിങ്ങനെ ഇട്ടേച്ച് അതിൻ്റെ മണ്ട ഇങ്ങനെ കല്ല് അങ്ങനെ ചെയ്തേക്കുന്നല്ലേ. താഴോട്ട് തുടങ്ങാമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കുടമാണ്. കുടത്തിൻ്റെ അകത്ത് ഇങ്ങനെ ആൾക്കാരുടെ ജടം ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാവും. ഒരുപാടുണ്ട് ആ സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒത്തിരി കുടങ്ങൾ കാണാൻ പറ്റും അല്ലേ? അത് ഇവിടെ വരുമ്പോൾ
അതായത് ഈ കുടത്തിൻ്റെ അകത്ത് ആൾക്കാരെ കുഴിച്ചിട്ടിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഒത്തിരി കുടങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഇഷ്ടം. ഓക്കെ. ഇത് സത്യത്തിലൊരു കടൽ തീരം പോലെ ഒരു ഫീല് തരുന്നല്ലേ? അത് കൊള്ളാം. ഇത് മുനിയറയാണെന്നാണ് ഇപ്പം നിലവിൽ അറിയപ്പെടുന്നത്. പണ്ട് തൊട്ടേ ഇത് മുനിയറകളെന്നാണ് ഇത് മൊത്തം. ഓക്കെ, മുനിയറ എന്നല്ലേ? എന്താണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നെ കേട്ടോ. ഇതുകൊണ്ട് ഈ കുടത്തിൻ്റെ അകത്ത് ആൾക്കാരെ കുഴിച്ചിട്ടിരിക്കുന്നതാണ്, അതായത് മരിച്ചു പോയവരെ അടക്കം ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്താണെങ്കിലും അതൊരു പുതിയ അറിവാണ്. അപ്പം ഈ ഒരു സ്ഥലം മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതെന്താ ഒരു ഐലൻഡ് പോലെ വെള്ളത്തിൻ്റെ നടുക്ക് സെൻട്രലായിട്ടുള്ള ഒരു തുരുത്താണ്. അതിൻ്റെ രണ്ട് സൈഡും പിന്നെ വെള്ളമാണ്. ഭയങ്കര ആഴമുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ ഓക്കെ. അതിൻ്റെ അകത്ത് നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതിനകത്തുണ്ടല്ലേ? അതിൻ്റെ അകത്തുണ്ട്. അതൊരു റൗണ്ടിന് അത് കണ്ട് തീരണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണം. പിന്നീട് ഇവിടെ ഒക്കെ ഒരു എന്നാ പറയുന്നത് ടൂറിസം മേഖലയായിട്ട് വികസിച്ച് വരുമ്പോൾ അങ്ങോട്ട് അല്ലെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ കൊള്ളാം. അതിനെന്തെങ്കിലും പേരുണ്ടോ? അത് 12ാം തുരുത്തെന്ന് പറയും. 12ാം തുരുത്ത്. അതൊരു നിഗൂഢമായൊരു തുരുത്താണ്. അരിവാൾ തുരുത്തെന്നും പറഞ്ഞ അരിവാൾ തുരുത്ത് അല്ലേ? അപ്പോൾ ഇവിടെയാണ് മറ്റേ പ്രത്യേകതയുള്ള സ്ഥലം അല്ലേ? ഇവിടുത്തെ പ്രത്യേകതയാണ് അത്. നമുക്കൊന്ന് കാണിക്കേക്കാം. അതായത് ഇതുണ്ടോ, ഇത് ഓരോ കുടങ്ങളാണ് ഇത് ഈ കാണുന്നത്. ഇതിനകത്ത് മനുഷ്യനെ അടക്കം ചെയ്തിരുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഈ കാണുന്നുണ്ടോ, എത്രയോ വർഷങ്ങൾ, അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരെ അടക്കം ചെയ്തിരിക്കുന്ന കുടമാണ് ഇത്. ഇവിടെയുണ്ട്. ഈ തുരുത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തിട്ട ഈ വെള്ളം കയറി ഇടിഞ്ഞു വന്നപ്പോഴാണ് നമ്മളിത് കണ്ടു തുടങ്ങിയത്. അപ്പം ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മുനമ്പം ഇക്കോ ടൂറിസം, ഇടുക്കി. ഓക്കെ. ഒരു കാര്യം കൂടെ പറയാനുണ്ടേ. ഈ കാണുന്ന കല്ലുകളില്ലേ, ഇതിൻ്റെ അടിയിൽ മനുഷ്യനെ അടക്കം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓരോരോ അടയാളങ്ങളാണ്. ഇതുണ്ടോ കുടത്തിൻ്റെ ഓരോരോ അവശിഷ്ടങ്ങൾ. അതിൻ്റെ മൂടി കണ്ടായിരിക്കുന്നു. കുടത്തിൻ്റെ മൂടി മൂടിയാണ്. ഇതിപ്പോഴത്തെ കഥകളൊന്നും അല്ല കേട്ടോ, പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെയ്തിരിക്കുന്ന കാര്യമാണ് സംഭവം. ഇപ്പോൾ ആ കുടം കണ്ടില്ലേ, അത് നമ്മൾ ആൾക്കാരെ പണ്ട് കാലത്ത് മരിച്ചു പോയവരെ കുടത്തിലാക്കി കുഴിച്ചിടും. അങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്ന ഈ മലമുകൾ മുഴുവന് അങ്ങനെയുള്ള ആൾക്കാരുടെ ശവക്കല്ലറ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ കാണുന്ന ഓരോ കല്ലുകൾക്കടിയിലും ഓരോ ആൾക്കാരുണ്ട്. അതായത് ഈ കല്ല് നമ്മൾ കാണുന്ന ഈ കല്ലിൻ്റെ അടിയിൽ ഓരോരോ ശവങ്ങൾ കാണും. അതായത് ആൾക്കാർ കുഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ ഈ കാണുന്ന കല്ലുകളെല്ലാം ഇതിൻ്റെ അടിയിലെല്ലാം ഓരോരോ മനുഷ്യരുടെ ശവങ്ങളുണ്ടാവും. ഇതുപോലുള്ള കല്ലുകളെല്ലാം ഈ പൊങ്ങി നിൽക്കുന്ന കല്ലുകളെല്ലാം അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യനുണ്ടാവും. പിന്നെ നമ്മൾ കണ്ട ആ കുടമില്ലേ, ആ കുടം ഞാനത് ഒന്നുകൂടെ കാണിക്കാം. ഞാൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് അത്ഭുതമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഈ കുടത്തിൻ്റെ അടിയിൽ ഇതുകൊണ്ട് ഈ കാണുന്ന കുടം കണ്ടോ, ഇത് കുടത്തിൻ്റെ ഒരു പീസ് ഇതൊരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെയുണ്ട്, ഇതുണ്ടോ, ഇതെല്ലാം ഈ പീസുകൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം മനുഷ്യരെ കുഴിച്ചിട്ടിരിക്കുന്നതാണ്. അതായത് മരിച്ചു പോയവരെ കുഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് വെള്ളം കയറി ഇടിഞ്ഞിടിഞ്ഞ് വന്നപ്പോഴാണ് ഇത് കണ്ടു കിട്ടിയത്. ഇതിൻ്റെ അടിയിലെല്ലാം ഫുള്ള് കാണുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പം ഈ ഒരു സ്ഥലമാണ് എൻ്റെ പൊന്നു അടിപൊളി, പക്ക കടൽ തീരം, സൂപ്പർ അടിപൊളി. ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നടക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇവിടെ റീൽസ് എടുക്കുന്നു, നമ്മളിവിടെ വ്ളോഗ് ചെയ്യുന്നു. കൊള്ളാം, കിട്ടും എൻ്റെ പൊന്നോ. അതുകൊണ്ട് ഒരു അയർലൻഡ് പോലൊരു സാധനം കണ്ടോ അവിടെ, കിടു സാധനം. അവിടെ വരുന്നവർ ഇവിടെ വന്നേ പറ്റുള്ളൂ. ഇത് കണ്ടില്ല പിന്നെ അവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ പൊന്നോ. അഞ്ചുരുളി ഡാമിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന പ്ലേസാണ് നമ്മളിപ്പോൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം കട്ടപ്പന റൂട്ടിൽ കക്കാട്ടുകട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാൽ അഞ്ചുരുളി ടണലിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുനമ്പ് ഇക്കോ ടൂറിസത്തിലും വരാൻ പറ്റും. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിവിടെ വരണം. അഞ്ചുരുളി ഡാം അത് ആ കാണുന്നതാണ്. അവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് ഇവിടെ വരണം. നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ വന്ന് ഈ കാഴ്ചകളൊന്ന് കാണണം. കിടു എന്ന് പറഞ്ഞാൽ കിടു. 40 രൂപ പാസ് ഉണ്ട് കേട്ടോ. അത് ഇത് വന്ന് കാണുമ്പോൾ അത് വെറുത്താ, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.